Hello friends, welcome to my channel. This is French fries. Very tasty and simple item. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി വെക്കാം. എന്നിട്ട് കഴുകി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ എല്ലാ സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഫ്രഞ്ച് ഫ്രൈസിന്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഇങ്ങനെ മീഡിയം തിക്നെസ്സിലെ പീസുകളാക്കാം. ഇനി അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി തിക്നെസ് കൂടാനും ഒത്തിരി തിക്നെസ് കുറഞ്ഞു പോകാനും പാടില്ല. ഒരു മീഡിയം തിക്നെസ് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എല്ലാ പീസുകളും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചു. ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊരു 3 തവണ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കൈ വെച്ച് നന്നായി തിരുമ്മി കൊടുത്തിട്ട് വേണം ഇത് 3 തവണ കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ തണുത്ത വെള്ളത്തിൽ എന്നെ കഴുകണം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇത് 3 തവണ കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, 3 തവണ നന്നായി കഴുകിയെടുത്താൽ മതി. ഇനി കഴുകി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസൊക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് ഒരു ലേശം മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒന്ന് ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. വെള്ളം ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് കറക്റ്റ് 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് വെന്ത് വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിചാരിച്ച ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളെല്ലാതും ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോട്ടോ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു കോട്ടൺ തുണിയിലോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി അത് പരത്തി വെച്ചിട്ട് നന്നായി അതിലെ വെള്ളമൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാനിതൊന്ന് തുടച്ച് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇത് നേരിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഇത് നന്നായിട്ട് വെള്ളം കളഞ്ഞ് എടുക്കണം എന്ന് പറയുന്നത്. നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്താൽ മാത്രമാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നന്നായി ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും നേരിട്ട് ഇട്ട് കൊടുക്കുകയല്ല ചെയ്തത്, ഒരു സ്റ്റീലിൻ്റെ ഒരു അരിപ്പപാത്രത്തിൽ വെച്ചിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് എളുപ്പത്തിന് എടുക്കാനൊക്കെ സുഖമുണ്ട്, എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു അരിപ്പപാത്രത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ക്രിസ്പി ഒന്നും ആയിട്ടുണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അതുപോലെ കളറൊന്നും ചേഞ്ച് ആയി വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഞാനൊന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒത്തിരി നേരം ഇടരുത് കേട്ടോ, 2 മിനിറ്റ് തന്നെ മതി. 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസൊക്കെ ഒന്നുകൂടെ നന്നായി ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ 2 വട്ടമായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ആദ്യം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റാണ് ഫ്രൈ ചെയ്തത്. ഈ തവണ 2ാം പ്രാവശ്യം വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 6 മിനിറ്റോളാണ് വേണ്ടി വന്നത്. 6 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് അതിലേക്ക് വന്നു. അതുപോലെ നന്നായിട്ട് അതൊന്ന് പൊള്ളച്ചും വന്നു കേട്ടോ. അപ്പോൾ അതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി. ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവും, പക്ഷേ ഉള്ളിലൊന്നും കറക്റ്റായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പോലെ പൊള്ളച്ചിട്ടുള്ള നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് സോസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇതിൽ കുറച്ച് മുളക് പൊടിയും ചാറ്റ് മസാലയോ അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.